വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയിട്ട് ഇന്നേക്ക് 8ാം ദിവസം. കേരളം ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കേരള ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇതുകൂടാതെ തന്നെ അയൽ സംസ്ഥാനങ്ങളും കേരളത്തെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നടന്ന ഈ ദുരന്തത്തിൽ ആരൊക്കെ എന്തൊക്കെ സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് കണ്ണോടിച്ചു പോകാം. ഇതൊരു കണക്ക് പറച്ചിലല്ല, പക്ഷേ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കരുതല്ലോ. ജൂലൈ 30-നാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടുന്നത്. ആദ്യത്തെ ധനസഹായം പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് പ്രധാനമന്ത്രി ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അന്നേ ദിവസം തന്നെ തമിഴ്നാട് ഗവൺമെന്റ് 5 കോടി രൂപ കേരളത്തിന് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ജൂലൈ 30-ന് മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യുന്നത് 126 ആണ്. 31-ാം തീയതി നടൻ വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 ലക്ഷം രൂപ നൽകുന്നു. അന്നേ ദിവസം രാത്രിയാകുമ്പോഴേക്കും മരണസംഖ്യ 264 ഉയരുന്നു. 1-ാം തീയതി പ്രവാസി സംഘടനയായ ഇൻകാസ് UAE വീട് നഷ്ടപ്പെട്ടവർക്ക് 10 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറയുന്നു. കൂട്ടത്തിൽ ധനസഹായവും അവർ പ്രഖ്യാപിക്കുന്നു. അതേ ദിവസം തന്നെ നടൻ ഫഹദ് ഫാസിലും നസ്രിയയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകുന്നു. നടൻ കമൽഹാസനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്നേ ദിവസം തന്നെ 25 ലക്ഷം രൂപ നൽകുന്നു. മമ്മൂട്ടി 20 ലക്ഷം, ദുൽഖർ സൽമാൻ 15 ലക്ഷം, നടൻ സൂര്യ 25 ലക്ഷം, കാർത്തി 15 ലക്ഷം, ജ്യോതിക 10 ലക്ഷം എന്നിങ്ങനെ ഇവരൊക്കെ 31-ാം തീയതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ എമൗണ്ടുകളൊക്കെ നൽകുന്നു. അന്നേ ദിവസം തിരച്ചിൽ അവസാനിക്കുമ്പോൾ മരണസംഖ്യ 289 ആണ്. 2-ാം തീയതി കോവിഡ് കാലത്ത് തന്റെ ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5000 രൂപ നൽകിയ കൊല്ലത്തെ സുബൈദുമ്മ തന്റെ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് 10,000 രൂപ വീണ്ടും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു. നടിയും ആങ്കറുമായ പേളിമാണി 5 ലക്ഷം രൂപ, നടി രശ്മിക മന്ദാന 10 ലക്ഷം രൂപ, ആസിഫ് അലി, നയൻതാരയും വിഘ്നേഷ് ശിവനും കൂടി 20 ലക്ഷം രൂപ, നടൻ മോഹൻലാൽ 25 ലക്ഷം രൂപ എന്നിവരൊക്കെ കൂടി 2-ാം തീയതി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പറഞ്ഞ എമൗണ്ടുകളൊക്കെ നൽകി. രമേശ് ചെന്നിത്തല തന്റെ 1 മാസത്തെ MLA ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് അന്നേ ദിവസം നൽകുന്നു. കൂടാതെ നടി നവ്യ നായർ 1 ലക്ഷം രൂപ, മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ, റിമി ടോമി 5 ലക്ഷം രൂപ എന്നിവരും അന്നേ ദിവസം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ എമൗണ്ടുകളൊക്കെ നൽകിയിരുന്നു. 2-ാം തീയതി ആകുമ്പോഴേക്കും മരണനിരക്ക് 344 ഉയരുന്നു. 3-ാം തീയതി KPCC ദുരന്തബാധിതർക്ക് 100 വീട് വെച്ച് നൽകാമെന്ന് പ്രഖ്യാപിക്കുന്നു. മോഹൻലാൽ അസോസിയേറ്റ് ചെയ്യുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകാമെന്ന് അന്നേ ദിവസം തന്നെ പ്രഖ്യാപിക്കുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 ലക്ഷം രൂപ, ഭാര്യ T കമല 33,000 രൂപയും അന്നേ ദിവസം തന്നെ നൽകുന്നു. അന്നേ ദിവസം CPM തന്റെ 1 മാസ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. 3-ാം തീയതി തന്നെ കർണാടക സർക്കാർ 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പ്രഖ്യാപിക്കുന്നു. ബീവറേജ് കോർപ്പറേഷൻ 1 കോടി രൂപ നൽകി. നടൻ ജോർജ് 5 ലക്ഷം രൂപ, നടൻ അലൻസിയർ 50,000 രൂപ എന്നിവരും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ എമൗണ്ടുകളൊക്കെ നൽകുന്നു. 3-ാം തീയതി മരണനിരക്ക് 366 ഉയരുന്നു. 4-ാം തീയതി ചിരഞ്ജീവിയും രാംചരണും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ നൽകുന്നു. സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി അന്നേ ദിവസം തന്നെ 10 ലക്ഷം രൂപയും നൽകുന്നു. ബോബി ചെമ്മണ്ണൂർ 100 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സൗജന്യമായി സ്ഥലം നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. 4-ാം തീയതി രാത്രിയാകുമ്പോഴേക്കും മരണസംഖ്യ 369 മാറുന്നു. 5-ാം തീയതി അല്ലു അർജുൻ 25 ലക്ഷം രൂപ, അമൽ നീരദും ജ്യോതിർമയും ചേർന്ന് 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു. മുസ്ലിം ലീഗ് 100 വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. വിട്ടുപോയവർ നിരവധി പേരുണ്ട്. കളിപ്പാട്ടം വാങ്ങാനായി മാറ്റിവെച്ച തന്റെ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത കൊച്ചു കുട്ടികൾ മുതൽ തന്റെ പെൻഷൻ തുക 1 മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തവർ, അങ്ങനെ പല ആൾക്കാർ. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണ വിവേചനമില്ല. ഒരേ ഒരു വികാരം മാത്രം, കേരളം, നമ്മുടെ സ്വന്തം കേരളം.